നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നോക്കാം. ഒരാക്കളുടെ ഒക്കെ ഉണ്ട്, ടാരോയുടെ ഒക്കെ ഉണ്ട് കേട്ടോ. രണ്ടിന്നും കുറേശ്ശെ എടുത്തിട്ട് നോക്കിയിട്ട് പറയാം. ടാരോ, bottom of the deck, the Emperor. Okay. യു ആർ സോ ഡിഫറെൻറ്റ് ഫ്രം എവറി വൺ അറൗണ്ട് മീ. നിങ്ങൾ അവരുടെ ചുറ്റിനുമുള്ള മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഒരാളാണെന്ന് അവർ പറയുന്നു. വിൽ യു ലീവ് മീ ലൈക്ക് ദി അതേഴ്സ്. മറ്റുള്ളവർ അവരെ വിട്ടുപോയതുപോലെ നിങ്ങൾ അവരെ വിട്ടുപോകുമോ എന്നാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. ദിസ് ലവ് ഇസ് ക്രേസി. ഈ സ്നേഹം ഭ്രാന്ത് പിടിപ്പിക്കുന്ന സ്നേഹമാണ് എന്നാണ് പറയുന്നത്. പീപ്പിൾ ഡോണ്ട് ബിലീവ് ഇൻ മീ. ആരും അവരെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർ ആലോചിച്ച് കൂട്ടുകയാണ്. ഇഫ് ഐ കുഡ് ഗോ ബാക്ക് ഇൻ ടൈം ഐ വുഡ് ഹാൻഡിൽ ഇസ് ഡിഫറെൻ്റ്ലി. സമയം പുറകിലേക്ക് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവർ നിങ്ങളുടെ സിറ്റുവേഷൻ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്തേനെ എന്നാണ് പറയുന്നത്. ഐ ഫീൽ ലോൺലി. അവർക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാറുണ്ടെന്ന് പറയുന്നു. 1-2 കാർഡൂടെ എടുക്കാം. ഐ വിഷ് ടു ബി ലൈക്ക് യു. നിങ്ങളെപ്പോലെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഓക്കെ, ഇനി ടാരോയിൽ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് എംപറർ ആയിരുന്നു. ദ ഫൂൾ, 4 ഓഫ് പെൻറ്റക്കിൾസ്, വീൽ, ഡെത്ത്, ഏസ് ഓഫ് കപ്സ്. ഓക്കെ, ഒരു കാർഡ് കൂടി എടുക്കാം കേട്ടോ. 4 ഓഫ് കപ്സ് മിസ്സിങ് എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷനിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ഇടയിൽ റിലിജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസസ് ഒരുപാടുണ്ട്. ഇവർ പ്രബലമായിട്ട് ഒരു വ്യക്തി ആയിരിക്കും എന്ന് പറഞ്ഞാൽ 4 പേർക്ക് നിങ്ങളുടെ പേഴ്സണെ അറിയാം എന്നൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ സ്റ്റാറ്റസിനെ പറ്റി ഇവർക്ക് കൂടുതൽ ചിന്തിച്ചേ മതിയാകുമെന്നും അവർ പറയുന്നുണ്ട്. അതെല്ലാം ഒരു തടസ്സങ്ങളാണ്. അതെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെ സിറ്റുവേഷൻ ആയിരുന്നാലും അതെല്ലാം മാറി വരുമെന്ന് തന്നെ അവർ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ പ്രതി പൊസസീവാണ്, പ്രൊട്ടക്റ്റീവാണ് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നൊന്നും ഇവർക്ക് ഇഷ്ടമല്ല എന്നൊരു കാര്യം, വല്ലാത്തൊരു പൊസസീവ്നെസ്സാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ അവർ മാത്രം മതി എന്നുള്ളതാണ്. നമ്മളുടെ മെസ്സേജസിൽ വരാറുണ്ട് ഐ ആം ദ മാൻ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു എനർജിയാണത്. ഇവർ മാത്രം മതി, ഇവർ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി, നിങ്ങൾ അവരുടെ മാത്രമാണ് എന്നാണ് അവരുടെ മനസ്സിൽ. അതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മറ്റാരോടെങ്കിലും ചിരിച്ച് സംസാരിക്കുന്നതോ ഒന്നും അവർക്ക് ഇഷ്ടമല്ല എന്നാണ് അവർ പറയുന്നത്. ഏസ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹമാണ്, ഓവർവെൽമിങ് സ്നേഹമാണ് അവർക്കെന്ന് പറയുന്നു. നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. ഈ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം തന്നെ മറികടന്ന് നിങ്ങളുടെ റിലേഷൻ ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. സമയം മാറി വരുമ്പോൾ എല്ലാം ശരിയാകും എന്ന് തന്നെ അവർ പറയുന്നു.